ഞാൻ മേയറിനടുത്ത് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് വെച്ച് ചോദിക്കുമ്പോൾ എന്നോട് പറയുന്നത് ഞാൻ ആ പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് മറുപടി പറയേണ്ട ആളല്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായാൽ മാത്രമാണോ ഇവിടെ നീതി ലഭിക്കുന്നത്? നിയമ സംവിധാനങ്ങൾ ഇവിടെ ഇല്ലേ? ടോട്ടലി 83 ലക്ഷം രൂപ വകമാറ്റി സാങ്ഷനായ കാശ് എങ്ങോട്ട് പോയെന്നാണ് എനിക്കറിയേണ്ടത്. അവർ ഒത്താശ ചെയ്ത് എൻ്റെ വസ്തുവിലൊരു കുരിശ് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. മേയറിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ചക്ക ഏത് മാങ്ങയെന്നറിയത്തില്ല. തിരുവനന്തപുരം നഗരസഭയിലെ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു സാധാരണക്കാരനോട് ചെയ്ത ക്രൂരതയാണ് ഇന്ന് ഞങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നത്. ഒരു ചേട്ടൻ ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. ഷാൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ഈ ചേട്ടൻ്റെ ഒരു വസ്തുവിൽ അനധികൃതമായി ഒരു ഓട സ്ഥാപിച്ചിട്ടുണ്ട് മേയർ. ചേട്ടൻ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കും. ചേട്ടൻ എന്തായാലും സംഭവം? എൻ്റെ വസ്തു പുത്തമ്പള്ളി വാർഡിൽ പരുത്തിക്കുഴി എന്നുള്ള ലൈനിലാണ് എൻ്റെ വസ്തു കിടക്കുന്നത്. ആ കൂടെ 4.5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ടോട്ടലി കാലക്രമേണ ഒരുപാട് കേസും വഴക്കുമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. 43 വർഷം 3.5 കോടി രൂപ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഫാദറിന് അവകാശം സ്ഥാപിച്ച് കിട്ടുന്നത്. അതിനുശേഷമാണ് കോർപ്പറേഷൻ ആക്ച്വലി എൻ്റെ പ്രോപ്പർട്ടിയിലോട്ട് കയറി. നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി 100 കോടി രൂപ പിരിച്ച് പലയിടങ്ങളിൽ പോയി പരാതികൾ സ്വീകരിച്ചു. ഞാൻ മൊത്തം 13 പരാതി നേരിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നവകേരള സദസ്സിൽ ഞാൻ നേരിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിത് ഈ ഫയലിനെ സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. ഞാൻ മേയറിനടുത്ത് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് വെച്ച് ചോദിക്കുമ്പോൾ എന്നോട് പറയുന്നത് ഞാൻ ആ പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് മറുപടി പറയേണ്ട ആളല്ല. അത് ചോദിക്കണമെങ്കിൽ താഴത്തെ സെക്ഷനിൽ കിട്ടുമെന്ന്. ഞാൻ സെക്ഷനിൽ ഒരു 40-42 പ്രാവശ്യം സെക്ഷനിൽ പോയി ഇതേ പരാതി ചോദിക്കുമ്പോൾ മാഡം ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നില്ല, പക്ഷേ രേഖാമൂലം എനിക്കൊന്നും തരാൻ തയ്യാറല്ല. ഈ ഫയലിനോട് ചോദിക്കുമ്പോൾ മൗനമാണ് പാലിക്കുന്നത്. ഇപ്പോൾ AXC ആയാലും AE ആയാലും ഈ ഫയലിനെ കുറിച്ച് അവർ മിണ്ടുന്നില്ല. ഞാൻ ഓരോ ആഴ്ചയിലും 3 ദിവസം വെച്ച് പോകും. ഫയലിൻ്റെ സ്റ്റെപ്പ് എന്തായി, പുട്ടപ്പ് ചെയ്തോ. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് ഡയറക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ വസ്തുവിനെയും കാണിച്ചുകൊണ്ട് ടോട്ടലി 83 ലക്ഷം രൂപ വകമാറ്റി സാങ്ഷനായ കാശ് എങ്ങോട്ട് പോയെന്നാണ് എനിക്കറിയേണ്ടത്. ഞാനിപ്പോൾ കാശ് മേടിക്കാനോ എൻ്റെ വസ്തു വെച്ചിട്ട് ഒരു ബാർഗെയിനിങ്ങിനോ കോർപ്പറേഷന് നടത്തുന്നില്ല. ഇവരിപ്പോൾ ചെയ്ത ക്രൂരത കാരണം അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷം എൻ്റെ പ്രോപ്പർട്ടിയിൽ എനിക്ക് ടാക്സ് കിട്ടിയിട്ടില്ല. തഹസിൽദാർ പറയുന്നു റോഡായിട്ട് കാണുന്നു, വസ്തു നിങ്ങളുടേത് തന്നെയാണ്, അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ മാറ്റിയിട്ട് വരും, ഞാൻ ചെയ്തു തരാമെന്ന്. അപ്പോൾ എൻ്റെ കോർപ്പറേഷന് ഞാൻ ചോദിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ 83 ലക്ഷം രൂപ ചോദിക്കാൻ ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ലയെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ ഒരു മുഖ്യമന്ത്രി അത്രത്തോളം സപ്പോർട്ടും അഴിമതി ഒരു സൈഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും സ്വന്തം പാർട്ടിക്കാരി ആയ മേയർ അഴിമതി കാണിച്ചുകൊണ്ടിരിക്കുന്നു. മേയറിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ചക്ക ഏത് മാങ്ങയെന്നറിയത്തില്ല. അവർക്കറിയാം കുറേ കേരള സ്റ്റേറ്റ് വണ്ടിയിൽ പോയി വലിയ VIP ആയ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ, അതേമാതിരി VIP ആയ സ്ഥലങ്ങളിൽ പോയി ഉദ്ഘാടനം ചെയ്യാൻ മാത്രമേ മേയറിന് അറിയത്തുള്ളൂ. ഞാൻ ഇത്രയൊക്കെ പച്ചയായിട്ട് പറയാൻ പറ്റുന്നത് എൻ്റെ പ്രത്യയശാസ്ത്രത്തിനപ്പുറം വേറൊരു പ്രത്യയശാസ്ത്രത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് പാർട്ടിയെ കൊണ്ട് തന്നെ നാളെ ജീവിക്കണമെന്നോ ഞാനൊരു CPM കാരനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു കോൺഗ്രസ്സുകാരനോ അല്ല. എനിക്ക് പാർട്ടി എന്നുള്ള ആശയം ഇല്ല. കാരണം എൻ്റെ നിയമപരമായ ഇന്ത്യയിൽ ഞാൻ ജീവിക്കുമ്പോൾ നിയമവ്യവസ്ഥകളുണ്ട്. എൻ്റെ വസ്തു അവർക്ക് ആവശ്യമാണെങ്കിൽ പൊന്നും വിലയ്ക്ക് സ്വീകരിക്കണം, അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ആസ്തി രജിസ്റ്ററിൽ പെട്ടിട്ടുള്ളതല്ല എൻ്റെ വസ്തു. എൻ്റെ കയ്യിൽ ഇത്രയും ജഡ്ജ്മെൻറ്റും റെക്കോർഡ്സും ഇരിക്കുന്നു, കരം അടച്ചുകൊണ്ടിരിക്കുന്നു. തഹസിൽദാർ പറയുന്നു കരം അടച്ച് തരാൻ തയ്യാറാണ്, പക്ഷേ നിങ്ങളുടെ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന്. ഞാൻ ഇപ്പോഴും കോർപ്പറേഷനോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് വസ്തു തരാൻ ഞാൻ തയ്യാറല്ല. പകരം എന്ത് ചെയ്യണം, എൻ്റെ പ്രോപ്പർട്ടിയിലുള്ള അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ പൊളിച്ചു മാറ്റി തരണം. എനിക്ക് ഇവിടുത്തെ നീതി സംവിധാനത്തിൽ അത്ര വിശ്വാസമുണ്ട്. നീതി സംവിധാനത്തിൽ എനിക്ക് എൻ്റെ ടാക്സ് പേപ്പർ, റെക്കോർഡ്സ്, ഡോക്യുമെൻറ്റ്സ്, പ്രമാണം എല്ലാം എൻ്റെ പേരിലുണ്ട്. എത്ര ലക്ഷം രൂപയാണ് കിട്ടാനുള്ളത്? എനിക്കിപ്പോൾ കിട്ടേണ്ടത് അവർ ഫോർവേഡ് ചെയ്തത് FE4MS 1980. ഇതാണ് ഫയൽ നമ്പർ. 2017 ഫോർവേഡ് ചെയ്തു. അന്ന് ഒരു കളക്ടറായിരുന്നു ബിജു പ്രഭാകരൻ സാറ്. ഈ ഓപ്പറേഷൻ അനന്തയുടെ പേരിൽ പുള്ളി രാജിവെച്ച് പോയപ്പോൾ സീറ്റിൽ ആളില്ലായിരുന്നു. ദിവ്യായി സയ്യർ മാഡം സബ് കളക്ടർ ഓർഡർ പാസ്സാക്കി ഫയൽ പിടിക്കാതെയാണ് കോർപ്പറേഷൻ ഇത് ഫോർവേഡ് ചെയ്യണം. ഒന്നുകിൽ കോർപ്പറേഷൻ ഇത് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓണറായ എനിക്ക് കോമ്പൻസേഷൻ തരണം. ആ കോമ്പൻസേഷൻ 83 ലക്ഷം രൂപയാണെന്ന് വ്യക്തമായിട്ടൊരു ഫയൽ സബ്മിറ്റ് ചെയ്തിട്ടാണ് മേയർക്ക് ഫോർവേഡ് ചെയ്യുന്നത്. മേയർ പിന്നെ ഇതിനെക്കുറിച്ച് എന്നോട് മിണ്ടിയിട്ടില്ല. നിയമ നടപടികൾ എടുത്തുകൊണ്ടിരുന്നു. മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഓർഡറാക്കി പാസ്സാക്കി വെച്ചു എന്ന് പറഞ്ഞ ഫയൽ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. മേയർ എൻ്റെ ഫാദർ ഒരു 73 വയസ്സുണ്ട്. പുള്ളി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഒരു വയസ്സായി ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയൊക്കെ കഴിഞ്ഞു. മദറും മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ അവകാശമില്ല. ഞാൻ ഒരാളാണ്. 2021 മദർ മരിച്ചു. 27 ദിവസം കഴിഞ്ഞപ്പോൾ ഫാദർ മരിച്ചു.
43 വർഷം കേസിനും പോയി. എൻ്റെ ഫാദർ ഈ വിധിയും മേടിച്ച് കോടതിയുടെ തീരുമാനങ്ങളും കൊണ്ടുവന്നതിന് ശേഷമാണ് CPMൻ്റെ ഒരു കൗൺസിലർ സലീം, പുള്ളിയാണ് പരുത്തിക്കുഴി പുത്തമ്പള്ളി വാർഡിലെ കൗൺസിലർ. പുള്ളി അൺഓതറൈസ്ഡ് പുള്ളിയെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. എൻ്റെ പ്രോപ്പർട്ടിയിൽ അതിക്രമിച്ച് കയറിയത് CPM കൗൺസിലർ സലീമാണ്, കോൺട്രാക്ടർ റഷീദാണ്. പുള്ളിയുടെ ലൈസൻസ് ഇതുവരെ റദ്ദാക്കിയിട്ടില്ല. ആക്ഷൻ എവിടെ പോയെന്ന് അറിയത്തില്ല. ഇതെല്ലാം കോൺട്രാക്ട് ബേസിലല്ല ചെയ്തിരിക്കുന്നത്. കോർപ്പറേഷൻ ഇപ്പോഴും പറയുന്നു കോർപ്പറേഷൻ അല്ല എന്ന്. പ്രൈവറ്റ് പാർട്ടിയായി എനിക്ക് എവിടെ നിന്ന് ടാറ് കിട്ടും? എൻ്റെ വസ്തു പിടിക്കുന്നതിന് വേണ്ടി 43 വർഷം ഒരു പുറമ്പോക്കിൽ ഒരു ക്രിസ്ത്യൻ ചർച്ച് കൊണ്ടുവന്ന് വെച്ചു. സെൻറ്റ് ജോസഫ് ചർച്ച് എന്നാണ് ആ ചർച്ചിൻ്റെ പേര്. എന്നിട്ട് ആ കേസ് 23 വർഷം പറഞ്ഞ് കേസ് തോറ്റപ്പോൾ തോറ്റ കക്ഷികൾക്ക് ഈ CPMൻ്റെ ആൾക്കാർ സലീം സാർ ഉൾപ്പെടെ അവർക്ക് ഒത്താശ ചെയ്ത് എൻ്റെ വസ്തുവിലൊരു കുരിശ് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. ആർച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് കുരിശ് വെച്ച് കൊടുത്തിരിക്കുന്നു. അതായത് വസ്തു പിടിക്കുന്നതിന് വേണ്ടി അവർ കണ്ട ഏറ്റവും വലിയ ഈസി ടു വേ. ആ കുരിശുള്ളത് കൊണ്ട് കുരിശ് പോലും പൊളിച്ചു മാറ്റിയിട്ടില്ല. കുരിശ് പൊളിച്ചു മാറ്റാൻ POയും COയും 2012 മുതലേ നിയമ നടപടികൾ നടന്നു. കോർപ്പറേഷൻ എല്ലാം കൊടുത്ത റെക്കോർഡ്സ് എൻ്റെ കയ്യിലുണ്ട്. അത് പൊളിച്ചു മാറ്റിയിട്ടുമില്ല. എൻ്റെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ തന്നെയാണ്. എൻ്റെ പ്രോപ്പർട്ടിയെ ഫുള്ളായി കവർ ചെയ്ത് ആദ്യമായിട്ട് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ചെയ്ത അതാണ്. മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ ഞാൻ 4 തവണ ശ്രമിച്ചു. അപ്പോൾ എന്നോട് പറയുന്നു ഇവിടെ ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, പുള്ളിയെ കണ്ടിട്ട് കാര്യം മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ റവന്യൂ മിനിസ്റ്ററെ പോയി കണ്ടു. അപ്പോൾ റവന്യൂ പറയുന്നു ഇത് ഞങ്ങളുടെ പരിധിയിൽ പെടുന്നതല്ല, ഇത് ഞാൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാം. അപ്പം ഞാൻ പറയുകയാണ് ഈ 83 ലക്ഷം രൂപ എവിടെ പോയി? അതൊന്നും പുള്ളിക്ക് അറിയേണ്ട കാര്യമില്ല. പുള്ളി പറയുന്നു ഇത് റവന്യൂ മിനിസ്റ്ററല്ലേ, എൻ്റെ വസ്തുവിൻ്റെ അധികാരി തഹസിൽദാർ ആണെങ്കിലും റവന്യൂ മിനിസ്റ്റർ മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ നിന്ന് പൊതുമരാമത്ത് വകുപ്പും പോയി. അപ്പോൾ പറയുന്നത് ഞങ്ങൾ മേയറെ വിളിച്ചിട്ടുണ്ട് ഒരു കൂടിയാലോചന ചർച്ചയിൽ വെച്ച്. എനിക്ക് ചർച്ച എന്നതിനാണ്? എൻ്റെ ഓൾമോസ്റ്റ് കോടതിയിൽ നിന്നൊരു അനുകൂലമായ വിധി കിട്ടിയിട്ടുണ്ട്. ഇവർക്കെല്ലാം മേലിലാണ് ഇവിടുത്തെ ജുഡീഷ്യറിയും കോടതിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്നുകിൽ കോടതി വിധി അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുക, എൻ്റെ വസ്തു തിരിച്ചു തരിക. കാശ് എവിടെ പോയി എന്ന് അന്വേഷിക്കേണ്ട വിജിലൻസിനാണ്. അപ്പോൾ ഇവിടെ ആഭ്യന്തരം ഭരിക്കുന്ന വിജിലൻസ് ആരാണ്? ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയത്തില്ല മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന്. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം എവിടെയാണ് തെറ്റിപ്പോയതെന്ന് ഞാനല്ല കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് ആ കാശും വേണ്ട. എൻ്റെ വസ്തു അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ പൊളിച്ചു മാറ്റുക. ചേട്ടൻ്റെ ആവശ്യം ആ വസ്തു തിരികെ വേണമെന്നോ? എൻ്റെ വസ്തു ഓൾമോസ്റ്റ് എൻ്റെ കയ്യിലുണ്ടല്ലോ, ടാക്സും പ്രമാണവും എൻ്റെ കയ്യിലുണ്ട്. ഇവർ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ചെയ്തത് കാരണം എനിക്കിപ്പോൾ ടാക്സ് കിട്ടുന്നില്ല. അപ്പോൾ ഒന്നുകിൽ ഇവർ ചെയ്യേണ്ടതാണ് പൊന്നും വിലയ്ക്ക് കോമ്പൻസേഷൻ തന്ന് എൻ്റെ വസ്തു എടുത്ത് കോർപ്പറേഷൻ്റെ ആസ്തി രജിസ്റ്ററിൽ അത് കൊള്ളിക്കുക. അതിനു വേണ്ടി ഞാൻ പ്രമാണം ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. അവിടെ തന്നെ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ചെയ്ത പള്ളിക്കാരുണ്ട്. അതൊന്നും എൻ്റെ വിഷയമല്ല. അവരൊക്കെ ഇരിക്കുന്നത് പുറമ്പോക്കിലാണ്. എൻ്റെ വസ്തുവിലോട്ട് ആരൊക്കെയാണ് അതിക്രമിച്ച് കയറുന്നത് അവർക്കെതിരെ കേസെടുക്കാൻ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നുണ്ട്. 2012 മുതൽ പൂന്തറ പോലീസിൽ ഇരിക്കുന്ന CAമാർ എത്രത്തോളം കാശ് എൻ്റെ ഫാദറിൻ്റെയെന്നും എൻ്റെയെന്നും മേടിച്ചിട്ടുണ്ടെന്ന് റിക്കാർഡിക്കലി തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ എന്തെല്ലാം അഴിമതി ഏതെല്ലാം കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടെന്ന് ഞാനല്ല മനസ്സിലാക്കേണ്ടത്. സജിൻ ലൂയിസ് സാർ പുള്ളിയാണ് ആദ്യത്തെ കോടതി വിധിക്ക് വേണ്ടി അവർക്ക് അനുകൂലമായിട്ട് നിന്നത്. ഇപ്പോൾ ഇരിക്കുന്നത് CA അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴെല്ലാം ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ലൈവിലെ CAയുടെ അടുത്ത് പോയി പറയാറുണ്ട്. CA കേസെടുക്കാൻ തയ്യാറല്ല. പുള്ളി പറയുന്നത് എന്താണ്? മേളിൽ നിന്ന് ഫോഴ്സാണ്, CPM ആണ് ഭരിക്കുന്നത്. മിനിസ്റ്ററി ലെവലിൽ നിന്ന് വിളിക്കുന്നുണ്ട്, മന്ത്രി ഓഫീസിൽ നിന്ന് എനിക്ക് വിളി വരുന്നുണ്ട്. എനിക്ക് പ്രഷറാണ്. ഞാൻ സാധാരണ ജീവിതം നടത്തി എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാക്കിയിട്ടിരിക്കുന്നതെന്ന്. അതൊന്നും എൻ്റെ വിഷയമല്ല. അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല, അവർ രാജിവെച്ച് വയ്ക്കൊള്ളണം. അതാണ് എൻ്റെ പോളിസി. എനിക്ക് എൻ്റെ നീതി നടപ്പിലാക്കണ്ടേ? ഇവിടെ ഒരു നിയമ സംഹിത ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലം വന്നാൽ ഞാൻ അവൻ്റെ കൊക്കിനല്ല വേറെ പിടിക്കുന്നത്. ഞാൻ ഗുണ്ടായുസമെന്ന് കാണിക്കാൻ എൻ്റെ വസ്തുവിൽ പോയിട്ടില്ല. നിയമപരമായി ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. ഇവിടെ ഏത് പോലീസ് സ്റ്റേഷനിൽ ആർക്കാണ് നീതി കിട്ടുന്നത്? നീതിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടോ? അവർക്ക് ക്രമസമാധാന നില പരിപാലിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ അവർ ഇടപെടുന്നതെല്ലാം അനാവശ്യമായ കാര്യങ്ങൾക്ക്. എന്നിട്ട് അവരെ നിന്ന് എന്ത് മേടിക്കാൻ പറ്റുമോ അത് സ്വീകരിക്കും. എൻ്റെ പൂന്തറ പോലീസിലിരിക്കുന്ന CSIയും മുതൽ എത്ര രൂപ എൻ്റെ പ്രോപ്പർട്ടിയും കാണിച്ച് എൻ്റെ ഫാദറിൻ്റെ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായ രേഖയുണ്ട്. ആ രേഖ ആരാണോ മുന്നിട്ട് വരുന്നത് ഞാൻ അവർക്ക് കൊടുക്കും. എന്നിട്ട് അന്വേഷിക്കുക. ദയവ് ചെയ്ത് എല്ലാവരും ഈ ഫയലിനെ കുറിച്ച് മേയറിൻ്റെ അടുത്തൊന്ന് ചോദിക്കുക. AXയും AEയൊന്നും മിണ്ടിയിട്ടില്ല. ഫോർട്ടിനകത്ത് എല്ലാം ഒരു AE ഉണ്ട്. അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അവർ പൊളിക്കാൻ പോകുന്നത് പോലെ അവിടെ പോയിട്ട് അവരെ ഒന്ന് കുറച്ച് മാനദണ്ഡങ്ങൾ പറ്റും. അപ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ മൊത്തത്തിൽ തകിടം മറിക്കുക. ഇതിനെല്ലാം എനിക്ക് നീതി കിട്ടണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ സ്വയം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവണം, അല്ലെങ്കിൽ ഞാനൊരു പാർട്ടി പ്രവർത്തകനോ പാർട്ടി അനുയായിയോ ആവണം. എനിക്ക് ജില്ലാ കമ്മിറ്റി, മേൽ കമ്മിറ്റി, കീഴ് കമ്മിറ്റിയിൽ നിന്ന് പോയി എൻ്റെ ഫയലിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. ഞാനൊരു സാധാരണക്കാരനാണ്. എൻ്റെ വസ്തു മതി.
കാശോടെ പോയെന്ന് അറിയേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ വസ്തുവിലെ എല്ലാ അനധികൃത നിർമ്മാണങ്ങളും പൊളിച്ചു തരണം. ഇതാണ് എൻ്റെ റിക്വസ്റ്റ്. ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായാൽ മാത്രമാണോ ഇവിടെ നീതി ലഭിക്കുന്നത്? നിയമ സംവിധാനങ്ങൾ ഇവിടെ ഇല്ലേ? ഇതാണ് ചേട്ടൻ ചോദിക്കുന്നത്. ഇതിന് ഞങ്ങൾക്ക് മറുപടിയില്ല. മറുപടി കൊടുക്കേണ്ടത് മേയർ ആര്യ രാജേന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. ഒരു നോക്ക് കാണാൻ ചെന്നപ്പോൾ കാണാൻ അദ്ദേഹം അനുവദിച്ചില്ല. ഇതാണോ ഇവിടുത്തെ നീതി? ഇതാണ് ഇവിടുത്തെ നിയമം. എന്തായാലും ചേട്ടൻ്റെ സ്ഥലം അനധികൃതമായി പിടിച്ചു വച്ചിരിക്കുന്ന ഓട കെട്ടിയ ആ സ്ഥലം തിരികെ ലഭിക്കണം, അല്ലെങ്കിൽ അത് പൊളിച്ചു മാറ്റി കൊടുക്കണം എന്നുള്ള ആവശ്യങ്ങളാണ് ചേട്ടൻ ഉന്നയിക്കുന്നത്. എന്തായാലും ഇത് നടപ്പിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നേ ഉള്ളൂ. ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ഇത് തന്നെയാണ്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്ര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.